ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഹോണറ്റ് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി കയറ്റിയായിരുന്നതാണ് കേട്ടോ. ചെയിൻ സ്പോക്കറ്റ് മാറ്റി നമ്മൾ പുതിയ സ്പോക്കറ്റ് ഇട്ടിട്ടുണ്ട്. പഴയ സ്പോക്കറ്റിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഫ്രണ്ട് സ്പോക്കറ്റൊക്കെ ഈ രീതിയിലേക്ക് ഫുള്ള് തേയ്മാനം വന്ന് തീർന്നു പോയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് സ്പോക്കറ്റും ചെയിൻ അടക്കമാണ് നമ്മൾ മാറ്റിയേക്കണേ. പിന്നെ അതേപോലെ തന്നെ വീലിൻ്റെ ഉള്ളിലാണ് ഈ ഡാമ്പറിൻ്റെ റബ്ബർ സെറ്റ് കൂടി നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ പുതിയ ചെയിൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 500 കിലോമീറ്റർ കൂടുമ്പോഴത്തേക്കും ചെയിൻ ലൂസാവും. ഇത് ചെയിൻ കവറ് അടിയിലെ കവറില്ലാത്ത മോഡലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ 500 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ ചെയിൻ നിർബന്ധമായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് ഓരോ 1000 കിലോമീറ്ററിലും ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്താൽ തന്നെയാണ് നമുക്ക് മാക്സിമം ചെയിൻ ലൈഫ് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. ഓപ്പൺ ചെയിൻ ആയതുകൊണ്ട് തന്നെ ചെയിൻ ലൂബ് കമ്പൽസറി ആയിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ സസ്പെൻഷനൊക്കെ ലെങ്ത്ത് ഉള്ള മോഡലായതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇടയ്ക്ക് ചെയിൻ ഓവർലാപ്പിംഗ് ആയിട്ട് വരും. അതായത് കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ പിന്നെ ചെയിൻ നമുക്ക് പിന്നീട് പെട്ടെന്ന് ലൈഫ് കിട്ടില്ല, മാറ്റേണ്ടതായിട്ട് സിറ്റുവേഷനൊക്കെ വരും. അതൊന്ന് ശ്രദ്ധിച്ചോളാം. 1500 കിലോമീറ്ററിൽ ടൈറ്റ് ചെയ്യുക, പിന്നെ ഓരോ 1000 കിലോമീറ്ററിൽ ക്ലീൻ ചെയ്ത് ചെയിൻ ടൈറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് പോവാം. എന്നാലാണ് പരമാവധി ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ബില്ല് അയക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.